ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു HB അക്കാഡമി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഇയർ നമുക്ക് എന്താണ് ജിയുടെ എക്സാംസ് വരുന്നതിന്റെ നോട്ടിഫിക്കേഷൻസിന്റെയും കാര്യങ്ങളുടെ എല്ലാം അറിയിപ്പ് നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. അധികം താമസിക്കാതെ തന്നെ ഈ ഒരു ഇയർ എൻഡോടുകൂടിയൊക്കെ തന്നെ എന്താണ് നമുക്ക് നെക്സ്റ്റ് മന്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ എന്താണ് അതിന്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ വരും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ഡൗട്ടുകളാണ്. ഓൾറെഡി എന്താണ് നമ്മൾ ലാസ്റ്റ് ഇപ്പം നടന്ന GD എക്സാംസിന്റെ പ്രൊസീജിയേഴ്സ് ഇനിയും കംപ്ലീറ്റ് ആവാനുണ്ട് അല്ലേ. സോ എല്ലാവർക്കും ടെൻഷനാണ്. ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ അടുത്ത എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് പറയുന്നിടത്ത് അതിന് മുൻപായിട്ട് നമുക്ക് ഈ പറയുന്ന ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആവും. വിച്ച് മീൻസ് ഓൺ ഗോയിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന GD എക്സാംസിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആവുമോ എന്നുള്ളതെല്ലാം എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിട്ടിരിക്കുകയാണ്. സോ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അല്ലേ. സോ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് നിങ്ങളുടെ PTE PSC ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റുകളെല്ലാം എന്താണ് ഓൾറെഡി കംപ്ലീറ്റ് ആയി അല്ലേ. നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റുകളെല്ലാം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വന്നിട്ടില്ല. ഇനി റിസൾട്ട് വന്നതിന് ശേഷം മെഡിക്കലും അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ന് ഡേറ്റ് വരും, ഈ കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും സംശയം വരുന്നത് അല്ലേ. സോ ഓൾറെഡി നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിസൾട്ട് എന്നത്തേക്ക് വരും. നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം മെയിനായിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെഡിക്കലാണ് അല്ലേ. നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് എന്താണ്, മെഡിക്കലാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലേ. അപ്പം മെഡിക്കൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മെഡിക്കൽ വരുമ്പോഴത്തേക്ക് അവിടെ ആക്ച്വലി മെഡിക്കൽ ടെസ്റ്റ് മാത്രമല്ല സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടി എവിടെ തന്നെ നടക്കും, അതിന്റെ കൂടെ തന്നെ നടക്കും. മെഡിക്കലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമാണ് നിങ്ങൾക്ക് ഫിസിക്കൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു മന്ത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് വരും, 2026 നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഉറപ്പായിട്ടും അതിന് മുൻപ് എന്ത് നടന്നിരിക്കണം, നിങ്ങളുടെ മെഡിക്കലും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നടന്നിരിക്കണം അല്ലെ. അപ്പൊ മെഡിക്കലിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മെഡിക്കൽ നടക്കുമ്പോൾ അവിടെ മെഡിക്കൽ ടെസ്റ്റ് എന്നുള്ള മാത്രമല്ല, അതിന് മുൻപ് എന്ത് നടക്കും, അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും അല്ലെ. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. സോ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റ് നിങ്ങൾ ഫിസിക്കലി കംപ്ലീറ്റ് ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്തു എന്നുള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങളുടെ പ്രൊഫൈലിൽ ഹാൾ ടിക്കറ്റ് വരും. ഹാൾ ടിക്കറ്റിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ ലൊക്കേഷൻ, ഡേറ്റ് എല്ലാം കൃത്യമായിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് മെഡിക്കൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. മെട്രിക്കുലേഷൻ നിങ്ങളുടെ സെക്കൻഡറി എക്സാമിനേഷന്റെ വേണം. അതുപോലെ തന്നെ എന്താണ്, നിങ്ങളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം. വാലിഡ് NC സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വാലിഡ് സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്ത് വേണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ അപ്ലൈ ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഡിഫൻസ് പേഴ്സണൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം നിങ്ങൾക്ക് എന്ത് വേണം, ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം വേണം അല്ലെ. അതുപോലെ റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, റിലാക്സേഷൻ റിലേറ്റഡ് സർട്ടിഫിക്കറ്റ്സും എല്ലാം വേണം. സോ ഇതെല്ലാം നിങ്ങൾ ആ മെഡിക്കലിന്റെ ടൈമിൽ എന്ത് ചെയ്യേണ്ടതാണ്, പ്രസന്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ എന്നത്തേക്കാണ് നമുക്ക് ഈ ഡേറ്റ് വരുന്നത് എന്ന് ചോദിച്ചാൽ, അതിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾക്ക് ഒരുമിച്ച് നടക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്നത്തേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരും എന്ന് ചോദിച്ചാൽ, സെപ്റ്റംബറിൽ നടന്നതാണ്. നിങ്ങൾക്ക് റിസൾട്ട് ഈ പറയുന്നത് പോലെ വിത്തിൻ 1 വീക്ക് തന്നെ, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ PT നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് എന്ന് നിങ്ങൾക്ക് മെഡിക്കൽ നടക്കും എന്ന് ചോദിച്ചാൽ, ഒക്ടോബർ 15 അടുപ്പിച്ച്, ഒക്ടോബർ 15 തന്നെ പ്രോബബ്ലി ഇപ്പൊ അറിയാം, നമുക്ക് അപ്ഡേറ്റ് വെച്ച് ഒക്ടോബർ 15 അതിന് അടുപ്പിച്ചുള്ള ഏറ്റവും അടുത്തുള്ള ഒക്ടോബർ 15 അതിന് ഏറ്റവും അടുത്തുള്ള ദിവസങ്ങളിലോ തന്നെ നിങ്ങൾക്ക് എന്ത് നടന്നിരിക്കും, മെഡിക്കൽ നടന്നിരിക്കും. സോ മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മെഡിക്കൽ പ്ലസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. മെഡിക്കലും നടക്കും, അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ട്. സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ്, സെപ്പറേറ്റ് ഹാൾ ടിക്കറ്റ് ഉണ്ട്. മെഡിക്കലിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഹാൾ ടിക്കറ്റ് ആണ്. സോ നിങ്ങളുടെ ഫിസിക്കലിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് നോക്കുക, ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും എന്ത് വരും, നിങ്ങളുടെ പ്രൊഫൈലിൽ ഹാൾ ടിക്കറ്റ് വരും. ഡേറ്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. സോ ഫിസിക്കലിന് നിങ്ങൾ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ജനറൽ ആയിട്ട് എന്താണ് അതിന്റെ ഒരു പാറ്റേൺ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫോഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ അല്ലേ, നമ്മുടെ ഈ പറഞ്ഞിട്ട് എന്താണ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് അവിടെ ചെക്ക് ചെയ്യും. മെന്റൽ ഹെൽത്ത് ജനറൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവർ ജനറൽ ആയിട്ട് അവിടെ നോക്കുന്നത്. മെന്റൽ ഹെൽത്ത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ത്രോട്ട് ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, വിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും, സ്പീച്ച് ടെസ്റ്റ് കാണും. ഇതെല്ലാം എന്ത് ചെയ്യും അവിടെ കൃത്യമായിട്ട്. ആൻഡ് ചെസ്റ്റിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം, ആൻഡ് ലിംസ് ആറ്റ്സ് ആൻഡ് ഫിറ്റ് അതിന്റെ എല്ലാം പ്രോപ്പർ സ്ട്രക്ചർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യും. ആൻഡ് ഫീറ്റ് ആൻഡ് ടോർ ഷുഡ് ബി ഗ്രൗണ്ടഡ് എന്നുള്ളത് പറയും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും. അതുപോലെ ഫ്രാക്ചേഴ്സ് ഉണ്ടോ എന്നുള്ളത്, മോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ഫ്രാക്ചേഴ്സ് ഉണ്ടോ, ഇതെല്ലാം ജനറൽ എക്സാമിനേഷനിൽ അവരെന്താണ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് മെഡിക്കൽ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അതുപോലെ തന്നെ എന്താണ്, ഇനി ക്രോണിക് ഡിസീസ് അതിന്റെ എന്തെങ്കിലും ബാക്കി ഉണ്ടോ എന്നുള്ളതും കാര്യങ്ങളും എല്ലാം, അതുപോലെ ഡെന്റൽ പോയിന്റ്സ് എല്ലാം ചെക്ക് ചെയ്യും. അതുപോലെ സ്വെല്ലിങ്സ് ഒന്നും ഇല്ല എന്നുള്ളതും എല്ലാം എന്ത് ചെയ്യും, ചെക്ക്. അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവർ ജനറലായിട്ട് അവർ എക്സാമിനേഷൻ ടൈമിൽ അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെ. സോ എന്തൊക്കെയാണ് റിജക്ഷൻ വരുന്ന റീസൺസ്, ജനറലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ റിജക്ഷന്റെ കേസ്
കേസ് വരാം എന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. മെയിനായിട്ട് ലോസ് വിഷന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെയാണ്. അതുപോലെ ട്യൂബർകുലോസിസ്, ഏതെങ്കിലും ക്രോണിക് ഡിസീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്താണ് റിജക്ഷൻ നടക്കാനുള്ള ഇതാണ്. സോ ഇതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ്, ഫിസിക്കലിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുക, നിങ്ങൾ ഫിസിക്കലിനായിട്ട് പോവുക കേട്ടോ. സോ ഇങ്ങനെ ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്, ഈ ഡിസോർഡേഴ്സ് എല്ലാം അവിടെ എന്താണ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ട്. അതുപോലെ നമുക്കറിയാലോ വെരിക്കോസ് വെയിൻസ്, ഇതുപോലെ തന്നെ എന്താണ് അങ്ങനെ ഒരുപാട് ഡിസീസിന്റെ കാര്യം അവിടെ റിജക്ഷൻ ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്തിനു പോവുക, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. കാരണം ഒറ്റ സ്റ്റേജ് അല്ല, അങ്ങനെ ഓടിച്ചിട്ടുള്ളൊരു മെഡിക്കൽ പ്രോസസ്സ് ചെക്കിങ് ഒന്നുമല്ല അവിടെ നടക്കുന്നത്. നമുക്കറിയാലോ പല പല സ്റ്റേജസ് ആയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതിനൊക്കെയാണ്, ഫസ്റ്റ് സ്റ്റേജിൽ ഇതൊക്കെയാണ്: ഐസ്, നമ്മുടെ വിഷൻ, ഹിയറിംഗ്, നോസ്, ഓറൽ ക്യാവിറ്റി, ഡെന്റൽ കണ്ടീഷൻസ്. ഇതൊക്കെ അവർ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതിനൊക്കെയാണ്. നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവിശക്തി, അങ്ങനെ ഹിയറിംഗ് ടെസ്റ്റും വിഷൻ ടെസ്റ്റും എല്ലാം ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അവർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും അല്ലേ. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്കാണ് അവിടെ ജനറൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലിംസ്, ദെൻ എന്താണ് ജോയിൻസിന്റെ കാര്യം, ഫീറ്റിന്റെ ഫ്ലാറ്റ്നെസ് നോക്കും, ടോസ്, നമ്മുടെ കാൽവിരലുകൾ അതിന്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ നോക്കും, സ്കിൻ ഡിസീസസ് ഉണ്ടോ എന്നുള്ളത് നോക്കും, ആൻഡ് എന്താണ് കീലോയിഡ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇതെല്ലാം സെക്കൻഡ് സ്റ്റേജിലാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്, നമ്മുടെ വിഷനും ഹിയറിംഗിനും ഒക്കെ തന്നെയാണ് എല്ലാ മെഡിക്കൽ ടെസ്റ്റും പോലെ ഫസ്റ്റ് സ്റ്റേജിൽ ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ തേർഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാൻഡിങ്, സിറ്റിംഗ്, ലൈയിങ് 3 രീതിയിൽ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ബോഡി അബ്നോർമാലിറ്റീസ്, പോസ്റ്ററിലെ അബ്നോർമാലിറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് 3 സ്റ്റേജസ് ആയിട്ട്. സ്റ്റാൻഡിങ് സ്റ്റേജിലും കാണും, സിറ്റിംഗ് സ്റ്റേജിലും കാണും, ലൈൻ സ്റ്റേജിലും കാണും. ഓരോന്നിലും ഓരോ പാർട്സ് എന്ത് ചെയ്യും, അവിടെ ഒബ്സർവേഷനും കാര്യങ്ങളും എല്ലാം വരും അല്ലെ. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, നമ്മൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് മെഡിക്കൽ വരാൻ പോകുന്നത് അല്ലെ. സോ എന്നാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് റിസൾട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ, ഒരാഴ്ച ഗ്യാപ്പിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു 1 വീക്ക് ഗ്യാപ്പിൽ തന്നെ എന്ത് വരും, നമ്മുടെ ഫിസിക്കലിന്റെ റിസൾട്ട് വരും. ഫിസിക്കലിന്റെ റിസൾട്ട് വന്നിരിക്കും, ഉറപ്പായിട്ടും വന്നിരിക്കും. സോ നമുക്ക് ഈ പറയുന്നത് അവർക്ക് അടുത്ത ജിയുടെ പ്രൊസീജിയേഴ്സിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ എന്തും കംപ്ലീറ്റ് ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങളുടെ ഒക്ടോബർ 15, അതിനപ്പുറത്തോട്ടില്ല, ഒക്ടോബർ 15, അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് മെഡിക്കൽ നടന്നിരിക്കും. മെഡിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണെന്നുള്ളതും, നിങ്ങൾ അതിന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് അതിന് ആനുകൂല്യം റിലാക്സേഷനോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും ഒറിജിനൽ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതും എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അപ്പൊ ഇതാണ് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പം നടന്ന GD എക്സാംസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരാനുള്ളത്. സോ ഇപ്പൊ കഴിഞ്ഞത്, ഇനി വരാൻ പോകുന്ന, നമ്മളറിയാലോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ റിസൾട്ടും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഈ ഒരു ഇയർ അവസാനിക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ തന്നെ നമുക്ക് എന്ത് വരും, 2026 GDയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ പഠിച്ച് തുടങ്ങേണ്ട ടൈമാണ് അല്ലേ. നമ്മൾ നോട്ടിഫിക്കേഷന് മുൻപേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വേക്കൻസീസും എല്ലാം അനുസരിച്ച് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ GD എക്സാംസ്. സോ ആ ഒരു ജോലി അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ച് നമ്മുടെ ASB അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 2026 അവർ SSC GD ആ ഒരു ജോബ് കൈക്കലാക്കണം ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടി തന്നെയുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻസ് ആണ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് പഠിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഡെയിലി സ്റ്റഡി പ്ലാൻസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എന്ത് കാണും, സ്പെഷ്യൽ ആയിട്ടുള്ള നമുക്ക് മാക്സിമം എന്താണ്, നമുക്ക് നോട്ടിഫിക്കേഷൻസ് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സിലബസ് ഏർലി കവറേജിന് ശേഷം തന്നെ നമ്മൾ റിവിഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിട്ടും ഓൺ ടൈം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഫോക്കസ് സെക്ഷൻസ് കൂടാതെ തന്നെ, ടോപ്പിക് വൈസ് ഫോക്കസ് സെക്ഷൻസ് കൂടാതെ തന്നെ കറന്റ് അഫയേഴ്സ് എന്താണ്, നമുക്ക് വീക്ക്ലി, മന്ത്ലി ആൻഡ് ഡെയിലി ബേസിസിൽ നമുക്ക് കറന്റ് അഫയേഴ്സ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് നമ്മുടെ ASB അക്കാഡമിയുടെ ആപ്പിലും ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ്. സോ മാക്സിമം ഈ ഒരു ചാൻസ് പ്രയോജനപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സീ യു.